മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിക്ക് രാത്രി ഉണ്ണിയും വാമനും കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുകയും അവിടെ അവരിലേക്ക് എടുത്തിരിക്കുന്ന ആ തൊഴിലാളിയെ കൊണ്ട് പലക ഇളക്കി വെപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് ഇൻസ്പെക്ഷനായിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്ന മഹാലക്ഷ്മി അതിൽ ചവിട്ടുകയും അങ്ങനെ താഴേക്ക് വീണ് മഹാലക്ഷ്മി എന്നേക്കുമായിട്ട് ഇല്ലാതാകും എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് അവർ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചുള്ള അപകടമായതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക മരണം ആയിട്ട് എല്ലാവരും കരുതും. അതുമാത്രമല്ല, അവിടെ CCTVയും ക്യാമറയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തവണ അവരുടെ പദ്ധതി 100% വിജയിക്കും എന്ന് തന്നെ അവർ ഉറപ്പിക്കുകയാണ്. പിറ്റേന്ന് മഹാലക്ഷ്മി പരിശോധനയ്ക്കായിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുകയും അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പലകയിൽ ചവിട്ടി മഹാലക്ഷ്മി താഴേക്ക് വീണ് മരണപ്പെടുന്നതെല്ലാം സ്വപ്നം കണ്ട് സന്തോഷത്തിൽ ഉണരുകയാണ് കേട്ടോ വാമൻ. നാളത്തോടെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം സംഭവിക്കുമെന്ന് വാമൻ പറയുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛനും മോനും കൂടി ഇങ്ങനെ എത്രയോ സ്വപ്നങ്ങൾ കണ്ടു, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് വിജയിച്ചോ എന്നെല്ലാം സീമന്തിന് ചോദിക്കുമ്പോൾ ഇത് അങ്ങനെ ആവില്ലടി, അത് നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഞാനിപ്പോൾ കണ്ട സ്വപ്നമെന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ വാമൻ മേഘനോട് പറയുന്നുണ്ട്, ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് മോനെ. ഇന്നത്തോടെ മഹാലക്ഷ്മി എന്ന തലവേദന എന്നേക്കുമായിട്ട് ഇല്ലാതാകും. ഇതിനു മുൻപ് പലതവണ നമ്മൾ അതിനു വേണ്ടി പലതും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ അതൊന്നും നടക്കാതിരുന്നത് നമ്മുടെ നല്ലതിനാണെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അന്നൊക്കെ എന്തെങ്കിലും തെളിവുകൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവളെ ഇല്ലാതാക്കാൻ ചെയ്തിരിക്കുന്ന ആ തട്ടിൽ അവൾ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോനെ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകും. പിന്നെ ഇത്തവണത്തെ നമ്മുടെ ഈ പ്ലാനിന് തെളിവുകളും ഇല്ല, നമ്മൾ പിടിക്കപ്പെടും എന്നുള്ള പേടിയും വേണ്ട എന്നെല്ലാം സന്തോഷത്തോടു കൂടി വാമൻ പറയുമ്പോൾ, അന്ന് അവൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതല്ലേ നമ്മളെ, എന്നിട്ട് അവൾ ജീവനോടെയല്ലേ കയറി വന്നത്. ശ്വാസം നിലച്ചു പോകാവുന്നത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ്. ഇതും അതുപോലെ ആവോ അച്ഛ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ, നീയും നിൻ്റെ അമ്മയെപ്പോലെ തുടങ്ങല്ലേ, ഇത്തവണ നമ്മൾ 100% വിജയിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ വാമൻ. പിന്നീട് കാണിക്കുന്നത് മഞ്ജു വീണ്ടും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. ഇത് കാണുന്ന സീമന്തിന് എന്താണ് എന്നും ഒരു അമ്പല ദർശനം, ഇത് പതിവില്ലാത്തതാണല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഞാൻ എടുത്തിരിക്കുന്ന കഠിന വ്രതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അതിന് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ ദിവസം മുടങ്ങാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉടുത്തിരുങ്ങി പോകുന്നതിനെ ചൊല്ലി സീമന്തിന് വീണ്ടും മഞ്ജുവിൻ്റെ നേരെ പോരിന് ചെല്ലുന്നുണ്ടെങ്കിലും അവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് മേഘം വരുമ്പോൾ, നീ ഇങ്ങനെ നിൻ്റെ ഭാര്യയെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, കണ്ണൻ എന്നായാലും അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും, വെറുതെ അവളെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം എന്നെല്ലാം മേഘം പറയുമ്പോൾ, അവളുടെ ദിവസമുള്ള ഈ ക്ഷേത്ര ദർശനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് മോനെ, അവൾ മറ്റു വല്ലവരെയും ആണോ കാണാൻ പോകുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അവൾക്ക് പണ്ടത്തെ പോലെ നിന്നോട് അത്ര മതിപ്പും സ്നേഹവും ഒന്നും ഇല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാലോ. നീ അവളുടെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകുന്ന അവളെ കാണാനായിട്ട് ആരെങ്കിലും അവിടെ കാത്തു നിൽപ്പുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ എന്ന് സീമന്തിനി പറയുമ്പോൾ, അത് ശരിയാണെന്ന് മേഘനും തോന്നുന്നുണ്ട്. അങ്ങനെ മഞ്ജു അറിയാതെ അവളെ പിന്തുടരാൻ തന്നെ മേഘൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ക്ഷേത്രത്തിലെത്താണ് മഞ്ജു. അപ്പോൾ സാഗറും അവിടെ എത്തിയിട്ടുണ്ട്. അവരൊരുമിച്ച് ദേവിയുടെ മുന്നിൽ നിന്നും തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വെച്ച് ദിവസമുള്ള ഈ അമ്പല ദർശനത്തോടു തന്നെ മഞ്ജു കൂടുതൽ സാഗറുമായിട്ട് അടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തൊഴുതിറങ്ങുകയാണ്. ഇതേ സമയം മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ദേവിയെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയെ കണ്ട് സാഗറും മഞ്ജുവും ഒരേ സമയം ഞെട്ടിത്തരിക്കുന്നുണ്ട്. അപ്പോൾ മഹിയെ അപ്രതീക്ഷിതമായിട്ട് കാണുന്ന സാഗറാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് മഹാലക്ഷ്മിയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സാഗറിൻ്റെ മനസ്സിലൂടെ ഇതേ സമയം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് വല്ലാതാവുന്നുണ്ട് കേട്ടോ സാഗർ. പക്ഷേ സാഗർ വേഗം തന്നെ മഹാലക്ഷ്മി കാണാതെ അവിടെ നിന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുള്ള ഏതോ ഒരു പരിചയക്കാരിയോട് സംസാരിച്ചതിന് ശേഷം മഹാലക്ഷ്മി വരികയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിനെ മഹാലക്ഷ്മി കാണുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിനെ അവിടെ വെച്ച് കാണുന്നതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. കാരണം മഞ്ജുവിൻ്റെ ആ മാറ്റം വല്ലാതെ തന്നെ മഹിയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് മഞ്ജു വരാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ മഹിക്ക് അത് ശരിക്കും സന്തോഷമാകുന്നുണ്ട്.
തുടർന്ന് മഞ്ജു ആണെങ്കിലും മുൻപത്തെ പോലെയൊന്നും അല്ല, വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് മഹിയോട് സംസാരിക്കുന്നത്, ഏട്ടത്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കേട്ടോ മേഘനും അവിടെ എത്തുന്നത്. സീമന്തി പറഞ്ഞ പ്രകാരം മഞ്ജു വേറെ വല്ലവരെയും കാണാനാണോ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് മേഘനും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തുന്ന മേഘൻ മഞ്ജു മഹിയോട് ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഞെട്ടിത്തരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മഞ്ജു മറ്റാരെയല്ല, ഇവളെ കാണാനാണോ പതിവായിട്ട് ദിവസവും അമ്പലത്തിലേക്ക് വരുന്നത് എന്നാലോചിച്ച് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പിന്നീട് മഞ്ജുവിനോട് മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നതിനെയൊക്കെ ചൊല്ലി മഞ്ജുവിനെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇനി എൻ്റെ ഏട്ടത്തിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളൊരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് ചുട്ട മറുപടി കൊടുക്കുന്ന മഞ്ജുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്